വിജയുടെ ജനനായകൻ ചിത്രത്തിൽ ആർക്കാണ് കുഴപ്പം? അതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. വിജയുടെ ജനനായകൻ എന്ന ചിത്രം വിജയുടെ രാഷ്ട്രീയ പ്രവേശനമാണോ ഈ ഒരു ചിത്രത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം? അതുകൊണ്ടാണോ ചിലർ ഈ പടത്തിന്റെ റിലീസ് തടഞ്ഞു വെക്കുന്നത്? ഈ ചിത്രത്തിൽ അതിന് മാത്രം എന്താണുള്ളത്? നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഏത് പാർട്ടിക്കാരെയാണ് ഈ ഒരു ചിത്രം ശല്യം ചെയ്യുന്നത്? അത് നമ്മൾ നോക്കുന്നില്ല. എന്നാൽ പറഞ്ഞു വരുമ്പോൾ വിജയുടെ രാഷ്ട്രീയ പ്രവേശനമാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് തടഞ്ഞു വെക്കാൻ കാരണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനു മുമ്പ് ഈ ചിത്രത്തെ കുറിച്ച് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ എച്ച് വിനോദാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അജിത് കുമാർ നായകനായ തുനിവ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയാണ് യശ് വിനോദ്. നേർക്കൊണ്ട പാർവെ മുതൽ അജിത്തിനെ വെച്ച് ചിത്രങ്ങൾ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയും തീരൻ അധികാരമുണ്ട് എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്ക് കടന്നു വരികയും ചെയ്ത ഇദ്ദേഹം, ഈ ഒരു യശ് വിനോദ് എന്ന സംവിധായകൻ, ഇദ്ദേഹം വിജയ് വെച്ച് ചിത്രം ചെയ്യുന്നു. അതിനു മുൻപ് അറ്റ്ലി സംവിധാനം ചെയ്യുമെന്നും AR മുരുകദോസ് സംവിധാനം ചെയ്യുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അവസാന ഘട്ടത്തിലാണ് എച്ച് വിനോദാണ് വിജയുടെ അവസാന ചിത്രം സംവിധാനം ചെയ്യുന്നത് എന്ന് തീരുമാനമായത്. ഈ ചിത്രത്തിൽ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ച് സംസാരിക്കുമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ എല്ലാവരും കരുതിയത് തമിഴ്നാട്ടിലെ DMK കരുണാനിധിയുടെ പാർട്ടിയായി ഇപ്പോൾ MK സ്റ്റാലിൻ ഭരിക്കുന്ന MK സ്റ്റാലിൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള DMK ദ്രാവിഡ മുന്നേറ്റ കഴകം, ഉദയനിധി സ്റ്റാലിനും ഇപ്പോൾ ആ പാർട്ടിയിൽ അംഗത്വമുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ടിയുടെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെച്ചത്. ആ ഒരു പാർട്ടിക്കാരാണ് റിലീസ് തടഞ്ഞത് എന്നൊക്കെയായിട്ട്. പക്ഷേ അതല്ല സത്യം. ആ ഒരു പാർട്ടിക്കും ഇത് ചിത്രത്തിന്റെ റിലീസിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം വർഷങ്ങളായിട്ട് വിജയുടെ പല ചിത്രങ്ങളിൽ GST കുറിച്ചും നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെ കുറിച്ചൊക്കെ രൂക്ഷമായി തന്നെ വിമർശിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാകാം റിലീസ് എന്നും ചിലർ പറയുന്നുണ്ട്. എന്തൊക്കെ ആയിക്കൊള്ളട്ടെ, 9-ാം തീയതി ജനുവരി 9-ാം തീയതി റിലീസിന് എത്തേണ്ടിയിരുന്ന വിജയുടെ ചിത്രം രണ്ടാമത് ഈ കോടതി ഉത്തരവിന്റെ പ്രകാരം 24 കട്ട് വെട്ടാൻ പറഞ്ഞു. 24 സീൻ വെട്ടി അതിന്റെ പ്രസക്ത ഭാഗങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞതിന് ശേഷമാണ് ചിത്രം റിലീസിന് ഒരുങ്ങാൻ വേണ്ടി തയ്യാറെടുത്ത് നിന്നത്. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് എന്നിട്ടും നൽകില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതൊരു കേസിന്റെ പേരിൽ മുന്നോട്ട് പോയത്. എല്ലാവരും ഇത് അറിഞ്ഞിരുന്നു. ഈ ഒരു പ്രശ്നം അറിയാൻ കാരണവും ഇത് തന്നെയാണ്. അപ്പോൾ സിംഗിൾ ബെഞ്ച് കോടതി ഇതിന് വിജയ്ക്ക് അനുകൂലമായി തന്നെ ഉത്തരവ് പ്രഖ്യാപിച്ചതിന്റെ അടുത്ത നിമിഷം തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ പോവുകയും ഹൈക്കോടതി ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെ തടഞ്ഞു വെക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ എന്താണ് പ്രശ്നം? രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നം തന്നെയാണെന്ന് നമുക്ക് ഊഹിക്കാം. രാഷ്ട്രീയക്കാരും കുറ്റം പറയുന്നില്ല. ഇത് വിജയം രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഇറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു പ്രശ്നവുമാകാം. നമ്മൾ അതൊന്നും നോക്കുന്നില്ല. നമുക്ക് വേണ്ടത് സിനിമയാണ്. രാഷ്ട്രീയം നമ്മുടെ വിഷയമേ അല്ല. ചിത്രം എന്തുകൊണ്ട് റിലീസ് ചെയ്യുന്നില്ല? ചിത്രത്തിൽ നമിത ബൈജു മുതലായ പല ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. ചിത്രത്തിൽ തന്നെ വിജയ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ്, കള്ളനായിട്ടാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. കാരണം ഭഗവത് കേസരി എന്ന ബാലയ്യ ചിത്രത്തിന്റെ തമിഴ് പതിപ്പാണ്. ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നെങ്കിലും തമിഴ് പതിപ്പാണെന്ന് പറയുന്നുണ്ട്. ആ ഒരു കാലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തെലുങ്കിൽ വൻ വിജയം നേടിയ ചിത്രമാണെങ്കിലും ട്രോളിംഗ് മെറ്റീരിയൽ ആയിട്ടാണ് ചിത്രം കൂടുതലായി പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ചിത്രത്തെ കുറിച്ച് നന്നായിട്ട് തന്നെ അറിയാവുന്നതാണ്. ഈ ചിത്രം ഒട്ടും മോശമല്ലാതെ പുറത്തേക്ക് വരട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വിജയുടെ അവസാന ചിത്രം എന്ന പേരിൽ ചിത്രം പുറത്തിറങ്ങുന്നത് കൊണ്ട് തന്നെ ചിത്രത്തിന്റെ ബുക്കിങ്ങിൽ വൻ കുതിച്ചു കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ റിലീസ് ചെയ്യാൻ ഇരുന്നതാണ് രാജാ സാഹിബ് പ്രഭാസിന്റെ പാൻ ഇന്ത്യ സ്റ്റാർ പ്രഭാസിന്റെ ചിത്രമായിട്ട് പോലും വിജയുടെ ചിത്രത്തിന്റെ 7 അയലത്ത് പോലും ബുക്കിംഗ് വന്നില്ല എന്നുള്ളതും ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. വിജയുടെ ആ ഒരു ശക്തി എന്താണെന്നുള്ളത് ഇവിടെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ കോടികൾ കളക്ട് ചെയ്തേനെ എന്നുള്ളതിന്, ബോക്സ് ഓഫീസ് തകർത്തേനെ എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. ഇത് ആരുടെയൊക്കെയോ ഒരു കളിയാണ് എന്നും പറയുന്നവരുണ്ട്. നമ്മളൊന്നും നോക്കുന്നില്ല. നമുക്ക് സിനിമയെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യുന്നതേ ഇല്ല. ഈ സിനിമ എന്ന് റിലീസാകും? അടുത്ത മാസം റിലീസാകുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ആരാധകരെ ക്ഷമയുടെ നെല്ലിപ്പടിയിൽ നിർത്തിക്കൊണ്ടാണ് അടുത്ത മാസം ചിത്രം റിലീസ് ആകുമെന്നൊക്കെ പറയുന്നത്. ചിത്രം ഉടൻ തന്നെ റിലീസിനെത്തത്തെ. ചിത്രത്തെ പിന്തുടർന്ന് വരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു അവസാനം സംഭവിക്കട്ടെ. എല്ലാം നല്ല രീതിയിൽ തന്നെ സംഭവിക്കട്ടെ. വിജയുടെ അടുത്ത ചിത്രത്തിന്
ഈ ഒരു ചിത്രത്തിന് നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ ചിത്രമല്ലാതെ വിജയ് ഇനിയും ചിത്രത്തിലേക്ക് കടന്നു വരട്ടെ, രാഷ്ട്രീയം അവസാനിപ്പിക്കട്ടെ. രാഷ്ട്രീയത്തെക്കാളും അദ്ദേഹത്തിന് നല്ല ചിത്രത്തിൽ അഭിനയിക്കുന്നത് തന്നെയാണ്. അറിയാവുന്ന അഭിനയം ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് എന്നെ പോലുള്ള പല വിജയ ആരാധകരും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റൊരു വിഷയവുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതുവരെ മഹാവിഷ്ണു.